ഇത് തൃശൂർ ഒല്ലൂരിനടുത്ത് പടവരാടുള്ള ബിനു. ശരീരത്തിൻ്റെ വൈകല്യങ്ങൾക്ക് നടുവിലും മറ്റുള്ളവർക്ക് മുൻപിൽ നമ്മുടെ നാഥൻ്റെ വയലേലകളിൽ വിവിധ ശുശ്രൂഷകൾക്ക് പങ്കുചേരുന്ന വ്യക്തി. ശരീരത്തിലെ എല്ലുകളുടെ ബലം നഷ്ടപ്പെട്ട് പൊട്ടിപ്പോകുന്ന രോഗാവസ്ഥയിലും ആത്മാക്കളെ സ്വന്തമാക്കുന്ന സുവിശേഷ വേലകളിൽ സദാ വ്യാപരിക്കുന്ന ജീവിതം. തൻ്റെ കൂട്ടായ്മയിലും ചുറ്റുപാടും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക വഴി തളരാതെ മുന്നേറുന്ന ഒരു യോദ്ധാവിനെ പോലെ ഈ യുവാവ് നമുക്ക് മാതൃകയാകുന്നു. തൻ്റെ ജീവിതത്തിൽ യേശുനാഥൻ ഇടപെട്ട ആ സുന്ദര നിമിഷത്തെക്കുറിച്ച് ബിനു നമുക്ക് മുൻപിൽ വാചാലനായി. ദൈവാനുഭവത്തിലേക്ക് വന്നേക്കാൾ മുമ്പ് 10-26 വർഷമായിട്ട് ഞാൻ നടക്കില്ലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ തീരെ നിരാശയിലും മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥകളിലും ആരുടെ മുമ്പിൽ നമ്മൾ ചെല്ലാൻ പറ്റാത്തൊരവസ്ഥകളായിരുന്നു. എന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നൊരവസ്ഥ. എൻ്റെ കുറവുകളിലേക്ക് നോക്കി 26 വർഷക്കാലം ഞാൻ ജീവിച്ചൊരു ഇതിലാണ്. ഇപ്പോൾ എനിക്ക് 30 വയസ്സുള്ളായിട്ടുള്ളൂ. ഈ 26 വർഷക്കാലം ഞാൻ ജീവിച്ചത് എൻ്റെ കുറവ് നോക്കി ആരിലേക്ക് ഒരു സ്ഥലത്തേക്കും പോകാത്തൊരവസ്ഥ. ഇപ്പോൾ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും പള്ളിയിൽ കയറി കഴിയുമ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കും. ഞാൻ നിരങ്ങിയാണ് ഒരു സമയങ്ങളിൽ നടന്നിരുന്നത്. ഫുള്ളായിട്ട് നിരങ്ങി ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞാനായിരുന്നു കൊയറിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ദിവ്യബലിയിൽ 10 വർഷമായിട്ട് ദിവ്യബലി മുടങ്ങിയിട്ടില്ല. ചുരുക്ക ചില സമയങ്ങളിൽ തീരെ വയ്യാത്തൊരവസ്ഥയിൽ മാത്രമാണ് ദിവ്യബലി മുടങ്ങിയിട്ടുള്ളൂ. ആ സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുറവുകളിലേക്കും മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്കായിരുന്നു. നമ്മളതിലൊന്നും ഒരു ആനന്ദം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഞാൻ ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ്, യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ്, ഈ കുറവിലേക്ക് നോക്കാണ്ട് ഈശോയിലേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. ഒരുപാട് നിരാശയിലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമല്ല, എൻ്റെ അനിയനും ഇരുന്ന് കിടക്കുന്നൊരവസ്ഥയിലാണ്. പിന്നെ അമ്മയ്ക്കും പറ്റാത്തൊരവസ്ഥ. അപ്പച്ചനാണെങ്കിൽ 15 വർഷക്കാലമായി അപ്പച്ചൻ ഞങ്ങളുടെ ഈ അവസ്ഥ കൊണ്ട് ഞങ്ങളെ നോക്കാൻ പറ്റാത്തൊരു ഇതിൽ നിന്ന് അപ്പച്ചൻ ഞങ്ങളെ വിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി. ഇപ്പോൾ 10-19 വർഷത്തിന് മേലെയായി. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ദൈവസ്നേഹം അനുഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചുരുങ്ങി ഒരു 6 വർഷക്കാലമായിട്ടുള്ളൂ. ശരിക്കും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റരുതെന്നാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ശരിക്കും ഈ അവസ്ഥയിലാണ് എനിക്ക് ഈ ദൈവാനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റി ചിലപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയെന്നുള്ളൊരു വലിയൊരു ബോധ്യം എൻ്റെ ജീവിതത്തിലുണ്ടായി.